കറി പൗഡർ ലിറ്റിൽ കിച്ചൺ പവർഡ് ബൈ പവിഴം. അങ്ങനെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എവിടെയാണ് എത്തിയിരിക്കുന്നത്? ലിറ്റിൽ കിച്ചണിൽ എന്തൊക്കെയാണുള്ളത്? ഒരുപാട് സാധനങ്ങളുടെ ഒപ്പം പിന്നെ ആരൊക്കെയാണുള്ളത്? ഞങ്ങളും. നമ്മൾ മാത്രല്ല, ഒരാളല്ല, 2 പേരും കൂടി ഇന്ന് ഇവിടെ വരാനുണ്ട്. അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോ നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഷെഫ് അങ്കിളിനെ വിളിക്കാം. അപ്പോ റെനോൾഡ് സർ, വെൽക്കം ടു ലിറ്റിൽ കിച്ചൺ. ഹലോ. ഹായ്. അപ്പോ ഞാനൊരു വിവരം അറിഞ്ഞ സത്യമാണോ? ഇവരെല്ലാം എന്നെ കടത്തി വെട്ടിയിട്ട് നേരത്തെ തന്നെ പരിചയപ്പെട്ടെന്നും ഇവർക്ക് ഇന്ന് ഷെഫ് അങ്കിൾ ഡിസൈഡ് ചെയ്ത ഒരു മെനു ആണ് കൊടുത്തിരിക്കുന്നതെന്നും ഇവർക്ക് കുറച്ച് പേർക്ക് അത് അറിയാം, കുറച്ച് പേർക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഷെഫ് അങ്കിൾ അത് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ ഇന്നൊരു ഇവർക്കൊരു പുതിയൊരു മെനു കൊടുത്തു. അതായത് ജസ്റ്റ് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടോഫി, ഒരു ചൈനീസ് ടോഫിയാണ്. ഓക്കെ. അപ്പോൾ ചൈനീസ് ടോഫി ഞാൻ അതൊന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത്. നോക്കാം അവരെങ്ങനെ ചെയ്യുന്നു നോക്കാം. ഓക്കെ. അപ്പോൾ ഇന്ന് ചൈനീസ് ടോഫിയാണ് ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ ചൈനീസ് ടോഫിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ബനാന, ഓക്കെ, ഷുഗർ, ബട്ടർ, ഓയിൽ, ഇത്രയും വേണം. അപ്പൊ നമ്മള് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ്, അല്ല, കുക്കിംഗ് പ്രോസസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഷെഫായി മാറണ്ടേ? അപ്പൊ വസ്ത്രധാരണമൊക്കെ കഴിഞ്ഞു. അപ്പൊ നേരെ നിങ്ങൾ ചൈനീസ് ടോഫി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാൻ പോവാണോ? പക്ഷെ ഒരു കാര്യം, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്? 10 മിനിറ്റാണ് ഞാനിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നതാണ്. അപ്പോൾ അതിന് 10 മിനിറ്റ് പോലും വേണ്ട. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു 8 മിനിറ്റ് 7 മിനിറ്റ് മതി. എനിക്ക് നന്നായിട്ട് പ്ലേറ്റ് സെറ്റ് ചെയ്ത് തന്നെ തരണം. ഓക്കെ, സോ യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഇവർ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐറ്റവും ഇവിടെ ഫ്ലോപ്പ് ആയിട്ടില്ല. വളരെ വളരെ ഹിറ്റ് ആയിരുന്നു. നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ദാ വളരെ ഭംഗിയായിട്ട് അവർ ബട്ടർ തേച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എത്ര പഴം എടുത്തിട്ടുണ്ട് ഇപ്പോൾ? ഒരു പഴം. ഓക്കെ. അപ്പോൾ പഴം വേണം. ഏത് പഴം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എണ്ണ വേണം. പിന്നെ നമുക്ക് ഷുഗറും വേണം. വളരെ സിമ്പിളാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ്. നമുക്ക് അഡീഷണൽ ആയിട്ട് വാങ്ങേണ്ടത് ഈ സ്പ്രിംഗ് റോളിംഗ് ഷീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവര് ഈ സ്പ്രിംഗ് റോളിംഗ് ഷീറ്റിലേക്ക് കുറച്ച് ബട്ടർ തേച്ചു. അതിന്റെ പുറത്ത് നിങ്ങൾ എന്ത് ചെയ്തു? പിന്നെ ഷുഗർ തേച്ചു. അപ്പൊ ഷുഗർ തേച്ചിട്ട് പിന്നെ പഴം വെച്ചു. പഴം വെച്ചിട്ട് അത് നന്നായിട്ട് അവരിത് റോൾ ചെയ്യാണ്. പിന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ആദ്യം നന്നായിട്ട് ബട്ടർ തേക്കുക. ബട്ടർ തേച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇടുക. പഞ്ചസാര ഇട്ടതിന് ശേഷം ഒരു പഴം എടുത്ത് വെക്കുക. വെച്ചിട്ട് അത് നന്നായിട്ട് മടക്കി നല്ല സെറ്റ് ആക്കിയിട്ട് എണ്ണ ഇട്ടിട്ട് വറുത്തെടുക്കുക. അല്ല, ഈ പേപ്പർ ഉൾപ്പെടെയാണോ നമ്മൾ കഴിക്കാൻ പോകുന്നത്? പേപ്പറല്ല, ഇതൊരു ഷീറ്റാണ്. അത് ഫ്ലവറാണ്. അല്ലേ? ഫ്ലവർ ഗമ്മും കൂടെ. ഓ, അത് ശരി. നമുക്ക് എന്തെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ടേസ്റ്റ് ചെയ്യാം. ഇത് ടീം ബിയുടെ ഇത് ബനാന ടോഫിയാണ്. അപ്പോൾ ഞാൻ ഈശ്വര ഭഗവാനെ കാത്തുരക്ഷിക്കണേ. ടീം ബിയുടെ ടോഫി കഴിക്കുകയാണ്. സൂപ്പർ, ഗംഭീരം എന്ന് പറഞ്ഞാൽ പോരാ, ഇത്
നിങ്ങൾ മുൻപ് ജീവിതത്തിൽ ഒരിക്കലും ചെയ്തിട്ടില്ലാത്തൊരു ഡിഷാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്കിള് വെറും 5 മിനിറ്റിന് മുമ്പ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ച് തന്ന ഒരു ഡിഷ് തീരെ ചെറിയ കുഞ്ഞുങ്ങളായ നിങ്ങൾ ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നു. ഇവർക്ക് നമുക്ക് വലിയൊരു കയ്യടി കൊടുക്കാം. ഇവിടുത്തെ ഞാനൊരു വളരെ സോഫ്റ്റ്, ബനാന സോഫ്റ്റ് ആണ്. ഇതിനകത്ത് ഒത്തിരിക്കുന്ന ബട്ടർ, ബനാന, ഷുഗർ ഫ്രൈ ചെയ്തപ്പോൾ ശരിക്കും മെൽറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ആ ഷുഗർ മെൽറ്റായതും ബട്ടറും പിന്നെ കൂടാതെ ബനാനയുടെ ഫ്ലേവറും കൂടെയാണ് ഇതിനകത്ത് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ആ ക്രിസ്പിനെസ്സും കൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആർക്കും സമ്മാനം കൊടുക്കാം? സമ്മാനം പ്രസന്റേഷനും കളറും ഒക്കെ കുറച്ചുകൂടെ ടീം എന്റെ ആണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടീം എന് എന്ന് പറഞ്ഞ് ടീം ബി മോശമൊന്നല്ല, ബെസ്റ്റ്. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഈസി കുക്കിങ്ങിലേക്കാണ്. അപ്പോൾ ഇന്ന് എന്താണ് ഡിഷ്? ഒരു റൈസ് പഫ് വിത്ത് ചോക്ലേറ്റ്, ഒരു ബിസ്ക്കറ്റാണ്. ഒരു നല്ല ബിസ്ക്കറ്റാണ് നമുക്ക് ചെയ്തു തരുന്നത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? കുറച്ച് മിൽക്ക് വേണം, റൈസിൻ വേണം, റൈസ് പഫ് വേണം, ചോക്ലേറ്റ് വേണം. ഓക്കെ, നമുക്ക് കുറച്ച് പാല് വേണം, കുറച്ച് ഉണക്കമുന്തിരി വേണം, കുറച്ച് ചോക്ലേറ്റ്, അതായത് ചോക്ലേറ്റ് ബാർ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് നമ്മൾ ഡബിൾ ബോയിലിംഗ് സിസ്റ്റത്തിലൂടെ വെള്ളത്തിൽ വെച്ച്, അതായത് ഈ പാത്രത്തിൽ ചോക്ലേറ്റ് വെക്കുക, അത് പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുക്കി എടുത്തതാണ്. ഇങ്ങനെ ആയിരിക്കും അതപ്പോൾ കിട്ടുക. പിന്നെ നമുക്ക് മലര്, കണ്ടോ മലര്, ഇത്ര ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നോക്കാം. ജസ്റ്റ് പാൻ ചൂടാക്കി കഴിയുമ്പോൾ ഞാൻ കുറച്ച് മലര് ഇടുകയാണ്. ഇട്ട് അതിനൊന്ന് ക്രിസ്പി ആക്കി എടുക്കാം. സോഫ്റ്റ് ആയിരിക്കണം. മലര് ഓൾറെഡി പൊട്ടിയിട്ടുള്ളതാണ്, പക്ഷെ അതൊന്നും കൂടി ഒന്ന് ക്രിസ്പി ആക്കണം. നമുക്കൊന്ന് ചവയ്ക്കുമ്പോൾ നല്ലൊരു മുരുമുരുപ്പ് വേണം അല്ലേ? ഓക്കെ, മലര് പാകമായിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി എന്താ വേണ്ട? ചോക്ലേറ്റ്, ഉരുക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് അതിട്ട് ചോക്ലേറ്റും നമ്മളെ റൈസിനും. ഓക്കെ, ഉണക്കമുന്തിരിയും ചോക്ലേറ്റും നമ്മൾ ആ മലറിലേക്ക് ഇട്ടിട്ടുണ്ട്. പാല് നമ്മൾ മിൽക്ക് ചോക്ലേറ്റിന് വേണ്ടി മാത്രം എടുത്തതാണ്. ശരി. ഓ, അപ്പം നമ്മൾ ഈ പാലിലാണ് നമ്മൾ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നത്. വെള്ളം ഒഴിച്ചിട്ടൊന്നുമല്ല. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് തിളപ്പിക്കുക, അതിലേക്ക് ചോക്ലേറ്റ് ഒരു ബൗളിൽ ഇട്ടിട്ട് ഇങ്ങനെ വെക്കണം. വെച്ചിട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. വല്ലാണ്ട് പാല് നമുക്ക് വേണ്ട. കുറച്ച് പാലൊഴിച്ച് ഒഴിക്കുമ്പോൾ അത് നന്നായിട്ട് മെൽറ്റായി കിട്ടും. അല്ലാണ്ട് നമ്മൾ ഇതിലേക്ക് ഇപ്പം പാലൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് നോക്കിക്കേ, കാണാൻ തന്നെ നല്ല രസം. നോക്ക്, കണ്ടുവോ? 1/4 കിലോ മലറിന് ഒരു 1/2 കിലോ ചോക്ലേറ്റ് വേണം. ഓക്കെ, ശരിക്കും അത് കുറച്ച് കൂടുതൽ വേണം. ശരി. ഒരു 100 ഗ്രാം 150 ഗ്രാമിന് ഒരു 100 ഗ്രാം കൂടുതൽ ചോക്ലേറ്റ് ആണ് എപ്പോഴും വേണ്ടത്. മലർ എടുക്കുന്നതിനെക്കാട്ടിലും നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് സെറ്റ് ആവാൻ വേണ്ടി വെക്കുകയാണ്. ഓക്കെ, എപ്പോഴും ഒരു 250 ഗ്രാം മലരാണെങ്കിൽ അതിന് ഒരു 350 ഗ്രാം ചോക്ലേറ്റ് വേണം. 150 ഗ്രാം ആണെങ്കിൽ 250 ഗ്രാം ചോക്ലേറ്റ് വേണം. ഇതാണ് നമ്മുടെ ഒരു അളവ്. ഇതിപ്പോൾ നമ്മൾ ഇതൊന്ന് പ്ലേറ്റിലേക്ക് നിരത്തി നമ്മളൊന്ന് സെറ്റാകാൻ വിടുകയാണ്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഈ ടോഫി ഉണ്ടാക്കാൻ ഒരു പാടുമില്ല. മലര് നന്നായിട്ടൊന്ന് വറുക്കുക. അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഡബിൾ ബോയിലിംഗ് സിസ്റ്റത്തിലൂടെ ചോക്ലേറ്റ് മെൽറ്റ് ആക്കി എടുക്കുക. ഈ നന്നായിട്ട് വറുത്ത നല്ല ക്രിസ്പ്നെസ് ഉണ്ടാവണം. ആ നല്ല വറുത്ത മലരിലേക്ക് ഈ ചോക്ലേറ്റ് ഒഴിക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉണക്കമുന്തിരി അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റ് ആവും. അതോട് കൂടിയിട്ട് ഈ ചൈനീസ് ടോഫി റെഡി ആയിട്ടുണ്ടാവും. ചൈനീസ് ടോഫി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.